പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചതിൽ ഭർത്താവ് സിറാജുദ്ദീനുമായി തെളിവെടുപ്പ് തുടരുന്നു. ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ്. ഇയാൾക്കെതിരെ നരഹത്യക്ക് കേസെടുത്തിരുന്നു. വീട്ടിലെ പ്രസവത്തിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. മുഹമ്മദ് ഷംസീർ ചേരുന്നുണ്ട്. ഷംസീർ, തെളിവെടുപ്പ് തുടരുകയാണോ? ധന്യ, മലപ്പുറം ചട്ടിപ്പറമ്പിലെ ഈ വാടക വീട്ടിൽ തെളിവെടുപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രതിയായ സിറാജുദ്ദീനെ വീട്ടിലെത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രസവമെടുത്ത ശേഷം അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ട കുഴി തുറന്നുകൊണ്ടാണ് ഇപ്പോൾ പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിയത്. ഇതിൽ നിന്ന് രക്തം കലർന്ന തുണികൾ പുറത്തെടുക്കുകയും അതിൽ നിന്ന് സാമ്പിളുകൾ ഫോറൻസിക് സംഘം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിറാജുദ്ദീനെ കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നേരത്തെ മലപ്പുറം 1ാം ക്ലാസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സിറാജുദ്ദീനെ 4 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ കോടതി വിട്ടിരുന്നതിന് പിന്നാലെയാണ് ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. ഈ വീട്ടിൽ വെച്ചായിരുന്നു ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സിറാജുദ്ദീന്റെ ഭാര്യ അസ്മ പ്രസവിക്കുന്നത്. വീട്ടിൽ വെച്ചാണ് പ്രസവം എടുത്തത്. ഈ പ്രസവം എടുക്കുന്ന സമയത്ത് മറ്റൊരു സ്ത്രീയുടെ സഹായം കൂടി ഉണ്ടായിരുന്നുവെന്നുകൂടി സിറാജുദ്ദീൻ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ സിറാജുദ്ദീനെ ഇവിടെ എത്തിച്ചുകൊണ്ടാണ് എന്താണെന്ന് സംഭവിച്ചത് എന്ന കാര്യം പോലീസ് വിശദമായി ചോദിച്ചറിഞ്ഞത്. അതിന്റെ ഭാഗമായാണ് പ്രസവത്തിന്റെ അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടിരുന്ന കുഴി എവിടെയാണ് മൂടിയതെന്നുള്ള കാര്യം സിറാജുദ്ദീൻ പോലീസിന് കാണിച്ചു കൊടുക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ അത് തുറന്നുകൊണ്ട് പരിശോധിക്കുകയും ചെയ്തു. ഇപ്പോൾ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനി വീടിനകത്ത് കൂടി തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് വീട്ടിൽ വെച്ച് പ്രസവിച്ച അസ്മ 9 മണിയോടുകൂടി മരണത്തിന് കീഴടങ്ങിയിരുന്നു. ശേഷം അന്ന് അർദ്ധരാത്രിയാണ് പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് അസ്മയുടെ മൃതദേഹം. ഗൈസ് ഹായ്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ സോഷ്യൽ മീഡിയയിൽ കൂടുന്നൊരു സംഭവം കേട്ടോ. മടവൂർ കാഫിയ സംഭവം മനസ്സിലായോ? മലപ്പുറം ചട്ടിപ്പറമ്പ് നടന്ന സംഭവമാണ് കേട്ടോ. വീട്ടിൽ പ്രസവം. മലപ്പുറത്ത് ഇപ്പോൾ അത് 1 2 അങ്ങനെ 1 2 കേസുകൾ ഞാൻ ഇതുപോലെ കേട്ടു. വീട്ടിൽ പ്രസവം നടന്നുള്ളത്. ആക്ച്വലി ഇത് പറയുമ്പോഴേ പണ്ട് എൻ്റെ ഉമ്മ 16 വയസ്സിൽ എൻ്റെ ഏട്ടനെ പ്രസവിച്ചത് വീട്ടിൽ നിന്നാട്ടോ. ആക്ച്വലി അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ഒരു സംവിധാനം ഇല്ലാത്തൊരു കാലഘട്ടം. ഒരു ടെക്നോളജി ഇല്ല. ഹോസ്പിറ്റൽ ഉണ്ടോ വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഫെസിലിറ്റീസ് ഇല്ല. അന്നത്തെ കാലത്തൊക്കെ അത് എത്രയോ 40 42 ഏകദേശം ഒരു 42 44 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്താണ്. ഓക്കെ, ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല അവസ്ഥ. ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ ഈ സമയത്ത് വീട്ടിൽ നിന്ന് പ്രസവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ആർക്കും. അത് കാരണം ഒരുപാടുണ്ട്. അപ്പോൾ പറയും അന്നത്തെ പെണ്ണുങ്ങൾക്ക് എന്താ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് എന്താ വ്യത്യാസം. അങ്ങനെയല്ല. പക്ഷേ അന്ന് അതിനനുസരിച്ച് സൗകര്യം ഇല്ല, അത് വേറെ. ഇന്ന് അങ്ങനെയല്ല കാലം. മനസ്സിലായ കാലം ഒരുപാട് മാറി. പക്ഷേ ഇപ്പോഴും നേരം വെളുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇത് പറഞ്ഞു തന്നപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാം. കുറച്ച് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് കണ്ടു. ഒരു 25 24 വയസ്സൊരു ചെക്കനും അതുപോലെ ഒരു 22 20 വയസ്സൊരു പെണ്ണും അവർ കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടാണ് ആ വീഡിയോ കാണുന്നത്. എന്താ പോസ്റ്റല്ലേ വീഡിയോ കാണുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എന്താ സംഭവം, ഇവർ വീട്ടിൽ നിന്ന് പ്രസവിച്ചതാണ്. ഒരു പെൺകുട്ടിയാണുള്ളത്. ഇവർ മീഡിയൻ്റെ മുന്നിൽ വന്ന് പറയണം എന്താ അറിയോ, കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അപ്പോൾ എന്താ അതിൻ്റെ കാര്യം? നിസ്സാരം. ഇവർ വീട്ടിൽ നിന്ന് പ്രസവിച്ചു. ഇവർക്ക് 2 പേർക്കും ചികിത്സാ രീതികൾ അറിയാം. വീട്ടിൽ നിന്ന് പ്രസവിച്ചു, ആശുപത്രി ഒന്നും പോയില്ല. അതുകൊണ്ട് ആരും ബർത്ത് സർട്ടിഫിക്കറ്റ് കുട്ടിന് കൊടുക്കുന്നില്ല. ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർക്ക് അറിഞ്ഞുകൂടാ. കാരണം അങ്ങനെ ഒരു കുട്ടി ഇവിടെ ജനിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് അവിടെ പ്രസവിച്ച ആൾക്കാർക്ക് മാത്രം. അല്ലാതെ ഇപ്പോൾ ആ റോട്ടിൽ കിടന്ന് പ്രസവിച്ചിരിക്കൊന്നും ഒരു ഹോസ്പിറ്റലും കൊടുക്കില്ല. എവിടെ പോലും കിട്ടില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവർ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര വർത്തമാനം പറയുന്നുണ്ട്. അന്നേ ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീടിൻ്റെ താഴെ, ഒരിക്കലും ഇവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കരുത് എന്നാണ്. കാരണം എന്താ അറിയോ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് സങ്കടം തോന്നുന്നു ആ കുട്ടീൻ്റെ അവസ്ഥ ഉണ്ടായി കേട്ടോ. ഇവരെ സപ്പോർട്ട് ചെയ്താലുള്ള കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ വീണ്ടും ആവർത്തിക്കും പല ആൾക്കാരും. പൈസ ലാഭിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത്. കാരണം ഇതൊക്കെ തെറ്റാണ്. നല്ല പോലെ പണിഷ്മെൻറ്റ് കൊടുക്കണം. നിങ്ങൾ എന്താ വിചാരിച്ചു ഒരാളെ ലൈഫ് വെച്ചിട്ട് കളിക്കണം? ഒരാളല്ല 2 ആൾക്കാരുടെ ലൈഫ്, കുട്ടീൻ്റെയും തള്ളേൻ്റെയും ഇത് വെച്ചിട്ട് കളിക്കണത്. ഇപ്പോൾ ഈ മടവൂർ കാഫി പറഞ്ഞാൽ ഈ ഫേക്ക് ആയിട്ടുള്ള ആളുണ്ടല്ലോ, ഇയാളെ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പോൾ ഇന്ന് എടുത്താൽ നോക്കിയത് കേട്ടോ. ഒരുപാട് സംഭവം കണ്ടു ഞാൻ. ഇയാൾ എന്തൊക്കെയോ പറയണത്. ഒരു സെൻസില്ലാത്ത ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും. ഒരുപാട് അന്ധവിശ്വാസം, ഒരുപാട് എന്താ പറയുക, ആൾക്കാരുടെ ഇടയിലോട്ട് ആവശ്യമില്ലാത്ത അനാചാരങ്ങളും അന്ധവിശ്വാസവും ഇങ്ങനെ
പടച്ചുണ്ടാക്കുക. ഇതൊക്കെ പടച്ചോൻ പറഞ്ഞ കാര്യമൊന്നുമല്ല ഇയാൾ പറയണത്, വേറെ എന്തൊക്കെയോ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഏകദേശം 65,800 എത്രയാണ് സബ്സ്ക്രൈബേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. സബ്സ്ക്രൈബേഴ്സ് 64,400K സബ്സ്ക്രൈബേഴ്സ് അയാൾക്കുള്ളത്. ഇത് കേൾക്കാനായിട്ടുള്ള ആൾക്കാരാണ്. മണ്ടന്മാരെന്നല്ലേ അതിൽ വിളിക്കാൻ പറ്റുള്ളൂ. ഇയാൾ ഇത്രയും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ ഈ പൊട്ടത്തനെ, ഇയാൾ ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ വർത്താനം കേൾക്കാൻ ഇത്രയും ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തത്. അത്ഭുതം തന്നെ കേട്ടോ ആൾക്കാരെ പോക്ക്. ഇതിപ്പോൾ നൂറ്റാണ്ട് ഏതാണ്, ഈ നൂറ്റാണ്ടിൻ്റെ കാര്യമൊന്നുമില്ല, ആൾക്കാർക്ക് വകതിരിവില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചറിയോ? ഇതാണ് എനിക്ക് വിഷയം എന്താണെന്നറിയോ? ഒരു വീഡിയോ അയച്ചാൽ നിന്നെ ഇതിന്റെ വീഡിയോ എടുത്തോട്ടോ. ഇവന്റെ മടവൂർ കാപ്പിയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ. ഈ തള്ളയോളിയൊക്കെ ഇതിനെ കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ. ഇതിനകത്ത് വീതമുള്ളതാ. ഇതിനകത്ത് സേഫോന ഈ ജീവൻ കൊടുപ്പിക്കാതിന് ഇല്ല, നീ ജീവൻ കൊടുപ്പിച്ചതാണ്. അപ്പോൾ നീ മറ്റേ ചുട്ട കോഴിനെ പറപ്പിക്കുന്ന ആളല്ലേ? നീ ചുട്ട കോഴിനെ പറപ്പിക്കുന്ന ആളല്ലടാ. നീ ആ പുള്ളിക്ക് ജീവൻ ഉണ്ടാക്കി ഞങ്ങൾ പറഞ്ഞു വിട്ടേക്കാം. ലാസ്റ്റ് ഗോൾ നോക്കിയിട്ട് അറിയാൻ ഈ വീഡിയോയിലേ ഇയാൾക്കിട്ട് നല്ലോണം ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ നന്നായിട്ട് ഇയാൾക്ക് നല്ല കിട്ടണം, ഇയാൾ കിട്ടിയൊന്നും പോരാ, അല്ല കൊടുത്തിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ ഇയാൾ ഈ വീട്ടിലെ പ്രസവം നടത്തി. അസ്മാതായിട്ടുള്ള ഇയാൾ 35 വയസ്സായ ഭാര്യയുടെ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഇതിന് മുമ്പ് 4 മക്കളുണ്ട്. ഇയാൾ ഇമാതിരി അന്ധവിശ്വാസിയാണ്. ദീനൊന്നും ഞാൻ പറയില്ല, ഇയാൾക്ക് ദീൻ കയറിയിട്ടായത് ദീനല്ല തോന്നും. ഇയാൾക്ക് വേറെ എന്തോ ആണ് വേറെ പരിപാടി. ഇയാളെക്കുറിച്ച് നാട്ടുകാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇയാൾ ആരാന്ന് അറിഞ്ഞൂടാ, ഇയാളെ ഭാര്യേനെ പുറത്ത് കാണാറില്ല, മക്കളെ കാണാറില്ല, ഇയാൾ ആരാന്ന് ഇവർക്ക് നാട്ടുകാർക്ക് ഇവർക്കൊന്നും ഇയാളെക്കുറിച്ച് അറിഞ്ഞൂടാ. ഇയാൾ വാടകയ്ക്ക് താമസിക്കുകയാണ് മലപ്പുറത്ത്. ഇയാളെ നാട് വേറെ ഇവിടെ ആലപ്പുഴയാണ്, ഭാര്യയുടെ വീട് പെരുമ്പാവൂരാണ്. ഒരു എന്താ പറയുക, ഇവരായിട്ട് നാട്ടുകാരോ അല്ലെങ്കിൽ കുടുംബക്കാരായിട്ട് എവിടെ ഉള്ള ആൾക്കാരായിട്ട് യാതൊരു സഹകരണം ഇല്ലാത്ത ആളാണ്. ഇവർക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ആളുണ്ട് എന്നൊന്നും അറിഞ്ഞുകൂടാ. ആൾക്കാർ പറയുകയാണ് ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആളുണ്ടെന്നും ഇങ്ങനെ സംഭവിച്ചു എന്നും 5 മക്കളാണ് കാര്യമൊക്കെ ഇവർക്ക് അറിഞ്ഞത്. ഭാര്യ ഗർഭിണിയാണെന്ന് പോലും ആൾക്കാർക്ക് അറിയില്ലായിരുന്നു, അയൽവാസിയൊക്കെ അറിയില്ലായിരുന്നു. ഈ പെണ്ണിനെ പുറത്ത് കാണുകയില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് പ്രസവം നടന്നു, ഒരു കുട്ടി പോലും അറിഞ്ഞില്ല. അങ്ങനെ എന്ത് ചെയ്തു, ബ്ലീഡിങ് കാരണം ഇയാൾ ആശുപത്രി കൊണ്ടുപോയില്ല, ബ്ലീഡിങ് കാരണം മരിച്ചു. മരിച്ചിട്ട് ഇയാൾ എന്താ ചെയ്ത്, ഇയാൾ ആംബുലൻസ് വിളിച്ചിട്ട് നേരെ ഈ പറഞ്ഞ അസ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി, പെരുമ്പാവൂർ കൊണ്ടുപോയി. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ആദ്യം മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയത് ഇവൻ തന്നെ. ഇവരങ്ങ് ഡോക്ടറായി, ഇപ്പം സ്വന്തം അങ്ങ് ഡോക്ടറായിട്ട് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തി അവൻ തന്നെ നേരെ കൊണ്ടുപോയി. എന്തായാലേ പിന്നെ ആ കുട്ടീനെ എടുത്ത് അതേപോലെ കൊണ്ടുപോയി. എന്നാൽ കുട്ടീനെങ്കിലും ആശുപത്രിയിലാക്കുക, അതുമില്ല. ഇവനൊക്കെ ശരിക്കും അടിച്ച് ഇവൻ്റെ തോല് വരണം. കിട്ടിക്കണ്, നല്ല കിട്ടിക്കണ്, ആൾക്കാർ നല്ല കണക്കിന് കിട്ടിക്കണ്. ഓനെ ചോദ്യം ചെയ്യേണ്ട കുറച്ച് ആൾക്കാർ, ആ ചോദ്യം ചെയ്യലാണ്. പോലീസൊന്നല്ല ഇയാളെ ചോദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെ ആൾക്കാർ കൂടിയിട്ട് വേണം ഇയാളെ ശരിയാക്കാൻ. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പോലീസിന് കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? ഇപ്പം നമ്മൾ കണ്ടില്ലേ ട്രിവാൻഡ്രത്ത് മറ്റേ വരെ കൊന്നേ ആ ചങ്ങേൻ്റെ പേരെന്താ മറന്നുപോയി, അഫാൻ. ഓനെ തീറ്റിപ്പോറ്റി നടത്തുന്നല്ലാതെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഓരൊന്നും ചെയ്യില്ല. അപ്പോൾ ഇവരെ ചോദ്യം ചെയ്യാൻ നാട്ടുകാരെ വേണം. നാട്ടുകാർ ചോദ്യം ചെയ്ത് നല്ല പള്ളറച്ച് നല്ല കിട്ടിയിട്ട് വേണം ഇവരൊക്കെ പോലീസിന് കൊടുക്കാൻ. ഈ എൻ്റെ ഇത് പറഞ്ഞപ്പോൾ കുറേ കാര്യം ഓർമ്മയുണ്ട്. പണ്ടുള്ള എൻ്റെ വല്യമ്മ 8-9 അങ്ങനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉപ്പാൻ്റെ അമ്മ ഒരുപാട് പ്രസവിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു 10-ൽ കൂടുതൽ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. വല്യമ്മ അതേപോലെ അവരൊക്കെ വീട്ടിൽ നിന്നായിരിക്കും പ്രസവിച്ചിട്ടുണ്ടാവുക. അന്നത്തെ കാലമല്ല ഇപ്പം. 9-10 പ്രസവിക്കുന്ന ആൾക്കാർ ഇപ്പം ഇല്ല. അന്ന് അങ്ങനെ ആയിരുന്നു. അന്ന് വെച്ചിട്ട് ചില ഉസ്താദന്മാർ ഇപ്പോഴും പറയും എൻ്റെ ഭാര്യമാർ വീട്ടിൽ നിന്നാണ് പ്രസവിച്ചത്, അവർക്കൊരു കുഴപ്പമില്ല, അതിനൊക്കെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ, ആശുപത്രി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ വിവരമില്ലാത്ത ആൾക്കാരൊക്കെ പറയും. അതൊക്കെ പറയും. പക്ഷെ വേറെ കാര്യമുണ്ട്, അന്ന് എത്ര കുട്ടികൾ മരിക്കലുണ്ട്, ഇനി എത്ര കുട്ടികൾക്ക് പ്രശ്നങ്ങളുള്ളവരുണ്ട് അന്ന് പറഞ്ഞേരി. അതേപോലെ തന്നെ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇവർക്ക് ഭാര്യയും മേടിച്ച് 2ാമത് കെട്ടിയാൽ മതി. അതിലും ഇതേപോലെ ഒരു 8-10 മക്കളായാലും വേണം. അതാണ് സിസ്റ്റം. ആ സിസ്റ്റം അങ്ങനെയാണ്. എന്താ പറയല്ലേ, ഒരു സ്ത്രീക്ക് ഒരു വിലയും കൊടുക്കണില്ല. അതാണ് എനിക്ക് മനസ്സിലായ കാര്യം.
ഒരു വിലയില്ല. ഒരു ഉപകരണം, മെഷീനാണ്. പ്രസവിക്കാനുള്ള ഒരു മെഷീനായിട്ട് മാത്രം കാണുക. അതിന് കുറേ തലയിൽ കെട്ടിട്ട് കുറേ തൊപ്പിക്കാർ വെള്ളിട്ടാണ്ടുള്ള കുറേ താടി വളർത്തി. ഇതൊന്നും ഒരു ഇതല്ല. ഇതാണ് ദീനാണോ ഇതൊക്കെ? ഇത് ദീനായിട്ട് ഇത് എന്ത് ദീനാണിത്? മറ്റൊരു കാര്യം പറയാം, യൂട്യൂബിൽ ഇതുപോലെ കുറേ ആൾക്കാർ നാറികളെന്നേ പറയുള്ളൂ, വെള്ളി ഇട്ടാണ്ട് കുറേ ആചാരങ്ങളും അനാചാരങ്ങളും കുറേ ദീനല്ലാത്ത കുറേ വർത്താനം പറയുന്ന കുറേ യൂട്യൂബ് ചാനലുണ്ട്. അതൊക്കെ ഒന്ന് പൂട്ടിക്കെട്ടി പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം? ഒരു കാര്യമില്ല. അതൊക്കെ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യണം. ഞാനൊരു കാര്യം പറയാം, മലപ്പുറത്ത് ഇങ്ങനത്തെ ഇപ്പോൾ കേസുകൾ കൂടി വരുന്നുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആൾക്കാർക്ക് വിവരം കുറഞ്ഞ് താഴോട്ട് പോകാമെന്ന് തോന്നുന്നുണ്ട്. അതൊന്ന് ഈ ഹോസ്പിറ്റൽ ചിലവ് കാരണമാണെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചെറിയ എന്തോ പൈസയ്ക്ക് ഇത് നടക്കുള്ളൂ. അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യുക. അല്ലാതെ വീട്ടിൽ പ്രസവമൊക്കെ നടത്തി കഴിഞ്ഞാൽ എന്താണ്, ആരെങ്കിലും ഒരാളല്ലേ ഉണ്ടാവുള്ളൂ, ബാക്കി അതിൻ്റെ റിസ്ക് എന്തൊക്കെയാണ്. പിന്നെ അതുപോലെ പ്രസവം എടുക്കുന്ന സ്ത്രീകൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പ്രസവം ഇപ്പം ഉണ്ടോ എനിക്ക് അതിന് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതൊക്കെ അതിലൊന്നും കാര്യമില്ല, അതൊന്നും ഒരു ഇതല്ല. അങ്ങനെ പ്രസവിച്ച സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു കറക്റ്റ് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ പ്രസവിച്ച സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇതൊന്നും അറിയാതെയാണ് ആൾക്കാർ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളോട്ട് പോകുന്നത്. എന്തായാലും ഇതൊരു പാഠമാവട്ടെ എല്ലാവർക്കും. വീട്ടിൽ പ്രസവിക്കാൻ ഉദ്ദേശിക്കുന്ന ന്യൂ ജനറേഷനായാലും ഓൾഡ് ജനറേഷനായാലും ആരാണെങ്കിലും ഒരു പാഠമാവട്ടെ. എനിക്കതേ പറയാനുള്ളൂ. പോയിട്ട് എന്തായാലും പോയി. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഉമ്മ ഇല്ലാതായി, അത്രേ ഉള്ളൂ. ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ഇവനിപ്പോൾ വേറെയും കെട്ടാം. ഈ പറഞ്ഞ സിറാജുദ്ദീൻ, അവനിപ്പോൾ വേറെ ഒന്ന് രണ്ടാമതോ മൂന്നാമതോ നാലാമതോ കെട്ടാം. അതിൽ കുറേ മക്കളുണ്ടാവും. മക്കൾക്ക് കാര്യമില്ല, അത്രേ ഉള്ളൂ. എന്തായാലും ഒരു പാടാവട്ടെ ഇത്. ഇങ്ങനെ ഒന്നും ആരും ചെയ്യാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. എന്തായാലും എല്ലാം മലപ്പുറത്തേ വരുള്ളൂ, നമ്മുടെ നാട്ടിൽ. അങ്ങനെ എല്ലാം സംഭവിക്കാറുള്ളൂ പൊതുവെ.